ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ 11 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം 13 വർഷം ഗുജറാത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായിട്ട് ഭരിച്ചിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്കും വരുന്നത്. അതിനുശേഷം തുടർച്ചയായിട്ട് 3 തവണ ഇന്ത്യയിലെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം അവരോധിതനാകുകയാണ്. ഇനി 4 വർഷം കൂടി അദ്ദേഹത്തിന് അവിടെ തുടരാൻ പറ്റും. അപ്പോൾ അദ്ദേഹം 15 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലും കംപ്ലീറ്റ് ചെയ്യും. അപ്പം മോദിയെ അങ്ങേയറ്റം ആരാധനയോടുകൂടി വീക്ഷിക്കുന്നവരും സ്നേഹിക്കുന്നവരും ഇന്ത്യയിൽ ഒരു വിഭാഗം ഉണ്ട്. അതുപോലെ അങ്ങേയറ്റത്തെ അദ്ദേഹത്തോട് വിമർശന ബുദ്ധിയോടുകൂടി പെരുമാറുന്നവരും അദ്ദേഹത്തെ വെറുക്കുന്നവരും ഇന്ത്യയിലുണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അദ്ദേഹം ഇനി എത്ര കാലം അപരാജിതനായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി പദത്തിൽ തുടരും എന്നാണ് നമ്മൾ കുറേ പേർ ചിന്തിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ, അദ്ദേഹത്തെ എതിർക്കുന്നവരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. കാര്യം ഇദ്ദേഹം പുറത്തായിട്ട് പുതിയൊരു അവർക്കിഷ്ടപ്പെട്ട ആൾ എപ്പോഴായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നതെന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാം. എന്താണ് മോദി എന്ന് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും ശക്തനായ മനുഷ്യനെ ഇത്രത്തോളം സക്സസ്ഫുൾ ആക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും ദൗർബല്യങ്ങളുണ്ടോ, അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പരിശോധിക്കുന്നത്. എൻ്റെ പേര് ബിജു എസ് നായർ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ 11 വർഷം ഇന്ത്യയുടെ നരേന്ദ്രമോദി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അദ്ദേഹത്തിന് ഇപ്പം മറ്റ് പ്രധാനമന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ മോദി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തും ഇന്ത്യയിലെ ഓരോ പ്രധാനമന്ത്രിമാരും ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ദാരിദ്ര്യം ഇല്ലാതാക്കൽ, എല്ലാവർക്കും വീട് കൊടുക്കൽ, എല്ലാവർക്കും വെള്ളം കൊടുക്കൽ, എല്ലാവർക്കും ഇലക്ട്രിസിറ്റി കൊടുക്കൽ, എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കൽ, ഇതൊക്കെ എല്ലാ പ്രധാനമന്ത്രിമാരുടെ കാലഘട്ടത്തിലും നടന്നിട്ടുള്ളതാണ്. അപ്പം എന്നിട്ടും മോദിക്ക് മാത്രം എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നു? അദ്ദേഹത്തിന്റെ ജനപ്രീതിയിൽ യാതൊരു ഇടിവും സംഭവിക്കുന്നില്ലെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യക്കകത്തുള്ള സർവേകളും ഇന്റർനാഷണൽ സർവേകളും സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലൊരു ഇലക്ഷൻ നടത്തിയാലും വലിയ ഭൂരിപക്ഷത്തോടു കൂടി, കഴിഞ്ഞ തവണ അവർ അധികാരത്തിൽ വന്നതിനേക്കാളും ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യ ടുഡേ പോലുള്ള വീക്കിലികളുടെ മൂഡ് ഓഫ് ദ നേഷൻ സർവേ ഒക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് കാലം ഭരിച്ച പ്രധാനമന്ത്രിമാരെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന് ഞാൻ നരേന്ദ്രമോദിയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യത്തില്ല. കാരണം മറ്റൊന്നുമല്ല, നെഹ്റു പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇന്ത്യ ഭരിച്ചത്. 1947 അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തിന് ആരും അംഗീകരിക്കാത്തൊരു കാലഘട്ടമാണ്. പേരിനൊരു ഇടതുപക്ഷമൊക്കെ ഇന്ത്യയിൽ ഉണ്ടെങ്കിലും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെല്ലാം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടി എന്നുള്ള ഇമേജ് ശക്തമായിട്ട് കോൺഗ്രസിൽ എല്ലാവരും ആ ഒരു വിശ്വാസമുള്ള കാലഘട്ടത്തിലാണ്. അപ്പം അതിന് നേതൃത്വം കൊടുത്ത നേതാവ് ജവഹർലാൽ നെഹ്റു ആയതുകൊണ്ട് തന്നെ അദ്ദേഹം മരിക്കുന്ന കാലഘട്ടം വരെയും വലിയ പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ ഇല്ലായിരുന്നു എന്ന് പറയാം. ഒപ്പോസിഷൻ ഉണ്ടായിരുന്നു, വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ കോൺഗ്രസിനും നെഹ്റുവിനുള്ള സ്ഥാനം റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ഒരു ശക്തിയും ഇന്ത്യയിൽ ഇല്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം വന്ന പ്രധാനമന്ത്രിമാരായിട്ടാണ് ഞാൻ കൂടുതലും മോദിയെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഇന്ദിരാഗാന്ധി, ഇതിനിടയ്ക്ക് ശാസ്ത്രി വന്നു. ശാസ്ത്രി പെട്ടെന്ന് തന്നെ ദുരൂഹ സാഹചര്യത്തിൽ താഷ്കണ്ടിൽ വെച്ച് മരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയാണ് പിന്നീട് ഇന്ത്യ ഒരുപാട് കാലം ഭരിച്ച ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധിക്ക് പക്ഷേ അടിയന്തരാവസ്ഥയുടെ സമയത്ത് അതിനുശേഷം അവർ വലിയ അൺപോപ്പുലർ ആവുകയും അവരുൾപ്പെടെ പരാജയപ്പെടുകയും കോൺഗ്രസ് ഇലക്ഷനിൽ പരാജയപ്പെടുകയും അവർ അധികാരത്തിൽ പുറത്താവുകയാണ്. പിന്നെ അവർ മരിക്കുന്നു. അതിനുശേഷം വന്ന രാജീവ് ഗാന്ധി, അതിനിടയ്ക്ക് മൊറാർജി ദേശായിക്ക് ഭരിക്കുന്നുണ്ട്. അവരൊക്കെ ഒരുപാട് കാലം ഭരിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവരെയൊന്നും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. രാജീവ് ഗാന്ധി 5 വർഷം ഇന്ത്യ ഭരിക്കുകയാണ്. അദ്ദേഹം കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ബോഫോഴ്സ് എന്ന് പറയുന്ന ഒരു അഴിമതി കേസ് ഉണ്ടാവുകയും അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഇമേജ് നഷ്ടപ്പെടുകയും 1989 അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പുറത്താവുകയും പിന്നീട് VP സിംഗ് ഇന്ത്യയിൽ അധികാരത്തിൽ വരികയും അദ്ദേഹം OBC സംവരണം ഇന്ത്യയിൽ നടപ്പാക്കുകയും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുകയും ചെയ്ത ചരിത്രമാണ്. പിന്നീട് രാജീവ് ഗാന്ധിയും ഒരു ഇലക്ഷൻ പ്രചരണ വേളയിൽ കൊല്ലപ്പെടുന്നു. അതിനുശേഷം PV നരസിംഹറാവു ഭരിക്കുന്നു. നരസിംഹറാവുവും കുറേ നല്ല കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്തു. എല്ലാ പ്രധാനമന്ത്രിമാരും കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹവും പിന്നീട് ഇലക്ഷനിൽ പരാജയപ്പെടുകയാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും. പിന്നെ വാജ്പേയി കുറേ കാലം ഇന്ത്യ ഭരിച്ചു. വാജ്പേയി ഭരിച്ചപ്പോഴും അദ്ദേഹവും കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു. വാജ്പേയിയും അതിനുശേഷം ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനിങ്ങോടുകൂടി ഇന്ത്യയിൽ തിരിച്ച് അധികാരത്തിൽ 2004 വരാൻ ശ്രമിച്ചെങ്കിലും ആ ക്യാമ്പയിനിങ്ങിൽ അദ്ദേഹം പരാജയപ്പെടുകയും അദ്ദേഹം അധികാരത്തിന് പുറത്തു പോവുകയാണ്. പിന്നെ മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുകയാണ് 10 വർഷം, 2004 മുതൽ 2014 വരെ. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കമിട്ട ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞത്. അതായത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, ഇന്ന് നരേന്ദ്രമോദി ഗവൺമെന്റ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, അതുവഴി ഗ്രാമീണ മേഖലയിലെ ആൾക്കാർക്ക് 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ കിട്ടുന്നുണ്ട്, അങ്ങനെ പൈസ കിട്ടുന്നുണ്ട്. അത് തുടങ്ങി വെച്ചത് മൻമോഹൻ സിംഗ് ആണ്. അതുപോലെ ഇന്ത്യയിൽ
ആദ്യമായിട്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഭവം 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അത് കൊണ്ടുവന്ന മൻമോഹൻ സിംഗ് ആണ്. അതുപോലെ മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയത്. അതുപോലെ ഇന്ന് ഈ നമ്മൾ അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഇത്രയും സുദൃഢമായെങ്കിൽ അതിന് തുടക്കം കുറിച്ചത് മൻമോഹൻ സിംഗിന്റെ പീരീഡിൽ ഇന്ത്യ ഈ അമേരിക്കയുമായിട്ട് സിവിലിയൻ ന്യൂക്ലിയർ കരാർ ഉണ്ടായിക്കൊണ്ടാണ്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ഗവൺമെന്റാണ് മൻമോഹൻ സിംഗ് ഗവൺമെന്റ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ആദ്യമായിട്ട് ഇന്ത്യയിൽ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്നുള്ള പേരിൽ ഒരു BPL ഫാമിലീസിലുള്ള എല്ലാവർക്കും വളരെ കുറഞ്ഞ റേറ്റിൽ റേഷൻ ഷോപ്പുകൾ വഴി അരി 5 കിലോ വീതം വിതരണം ചെയ്യുന്നു. അതായത് ഒരു ഫാമിലിയിൽ ഇപ്പം 5 പേരുണ്ടെങ്കിൽ ഓരോരുത്തർക്കും 5 കിലോ വീതം, ഒരാൾക്ക് 5 കിലോ ആണ് വീതം അരിയും ഗോതമ്പും ഒക്കെ വളരെ സബ്സിഡൈസ് റേറ്റിൽ വിതരണം ചെയ്യാൻ തുടങ്ങിയത് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആണ്. അപ്പോൾ അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അതുകൊണ്ടാണ് 2009 അവർ തിരിച്ച് വീണ്ടും അധികാരത്തിൽ വരുന്നത്. അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളിലേക്ക് റീച്ച് ചെയ്തുകൊണ്ട്. പക്ഷെ 2009 ശേഷം പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 2G സ്പെക്ട്രം അഴിമതി, കൽക്കരി കുംഭകോണം, അതുപോലെ ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ഹെലികോപ്റ്റർ വാങ്ങിൽ വന്ന അഴിമതി, ഇങ്ങനെയൊക്കെയുള്ള അഴിമതികളുടെ പേരിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ പേര് നഷ്ടപ്പെടുകയാണ്. പക്ഷെ അതിനൊന്നും മൻമോഹൻ സിംഗ് അല്ല ഉത്തരവാദി. കൂടെ നിന്ന സഖ്യകക്ഷികളായിരുന്നിട്ടുള്ള പാർട്ടികളാണ് മിക്കതിലും പ്രതികളായിട്ടുള്ളത്. പക്ഷേ സ്റ്റിൽ അതിനുള്ള കൂട്ടുത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പ്രധാനമന്ത്രി കഴിയില്ല. അതിനുശേഷം അദ്ദേഹത്തെ പുറത്തു പോവുകയാണ്. കോൺഗ്രസ് അന്നാണ് ഇന്ത്യയിൽ നിന്ന് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് 2014. 2014 നരേന്ദ്രമോദി വലിയ പ്രചരണ കൊടുങ്കാറ്റ് അഴിച്ചു വിട്ടുകൊണ്ട് ഈ സിസ്റ്റം എല്ലാം മാറ്റിമറിക്കുമെന്നുള്ള പേരിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വരികയാണ്. അധികാരത്തിൽ വന്നപ്പോൾ മോദി നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതെന്ന് അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളിൽ നിന്ന് ഓരോ തീരുമാനങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. അദ്ദേഹത്തിനൊപ്പം ഒരു ടീമും ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ഈ മോദിയുടെ ഏറ്റവും വലിയ വിജയം അദ്ദേഹം ഡെവലപ്മെന്റ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ വീട് കൊടുക്കുന്ന പദ്ധതിയാണെങ്കിലും വെള്ളം കൊടുക്കുന്ന പദ്ധതിയാണെങ്കിലും എല്ലാവർക്കും അരിയും ഗോതമ്പും കൊടുക്കുന്ന പദ്ധതിയാണെങ്കിലും എല്ലാം പണ്ടേ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്കീമുകളാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ ജനങ്ങളിലേക്ക് ഇത് എല്ലാവരിലേക്ക് എത്തി ഇന്ത്യയിലെ ദാരിദ്ര്യം വലിയ രീതിയിൽ കുറയുന്നില്ല എന്ന് ഇന്ദിരാഗാന്ധിയുടെ പീരീഡ് തൊട്ടേ ഗരീബി ഹഠാവോ എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം. അപ്പൊ ജനങ്ങളിലേക്ക് ഇത് എത്തി, എല്ലാവർക്കും ഇതിന്റെ ഗുണങ്ങൾ കിട്ടി. എന്തുകൊണ്ട് ഇന്ത്യയിൽ ദാരിദ്ര്യം കുറയുന്നില്ല എന്ന് ഇവർ നന്നായിട്ട് പഠിച്ചിരുന്നു. അപ്പൊ അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് കോൺഗ്രസ് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി തന്നെ 1980-കളിൽ പറയുന്നുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ ഒരു കോട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നതാണെന്ന് വെച്ചാൽ, 1 രൂപ സർക്കാർ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചാൽ 15 പൈസയിൽ താഴെ മാത്രമേ ഏറ്റവും താഴത്തെ പാവപ്പെട്ടവരിലേക്ക് എത്തുന്നുള്ളൂ. ബാക്കി ഇടനിലക്കാരിൽ വഴി ഇത് നഷ്ടപ്പെട്ടു പോയാണ്. 1 രൂപ സ്പെൻഡ് ചെയ്താൽ 15 പൈസയിൽ താഴെ സാധാരണക്കാരനിൽ എത്തുന്നുള്ളൂ. രാജീവ് ഗാന്ധിയാണ് ഇത് പറഞ്ഞത്. പക്ഷേ രാജീവ് ഗാന്ധിക്ക് ശേഷം പിന്നീട് 2-3 തവണ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. നരസിംഹറാവു, പിന്നീട് 2 തവണ മൻമോഹൻ സിംഗും ഒക്കെ. പക്ഷേ ഇവരാരും രാജീവ് ഗാന്ധിയുടെ ആ മെസ്സേജ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയില്ലെന്നുള്ളതാണ് സത്യം. അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയത് ആണ് BJP-കാരനായ നരേന്ദ്രമോദിയുടെ വിജയത്തിനുള്ള കാരണം എന്ന് ഞാൻ പറയും. കാരണം അവർ മനസ്സിലാക്കി ഇത് ഡയറക്ട്ലി ഈ പറഞ്ഞ ഉപഭോക്താവിലേക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവരിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ബെനിഫിഷ്യറിലേക്ക് എത്തിയാൽ ഈ പറഞ്ഞ ഇടയിൽ നഷ്ടപ്പെടുന്ന 85 പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. 1 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ 15 പൈസ താഴെ ജനങ്ങളിലേക്ക് എത്തുന്നുള്ളതല്ലേ രാജീവ് ഗാന്ധി പറഞ്ഞത്. അപ്പൊ അതിനവർ ആദ്യം ചെയ്തത് ജാം എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടു. ജാം എന്ന് പറഞ്ഞാൽ ജൻധൻ ആധാർ മൊബൈൽ എന്നാണ്. ഈ നമ്മളുടെ ആധാർ മൻമോഹൻ സിംഗിന്റെ പീരീഡിൽ തന്നെ നടപ്പാക്കി. പക്ഷെ അതിന്റെ സാധ്യതകൾ മോദി നന്നായിട്ട് പഠിച്ചു. അതാണ് ഞാൻ ഹോംവർക്ക് ചെയ്തെന്ന് പറഞ്ഞത് അധികാരത്തിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ. എന്നിട്ട് ഈ ആധാറിന് അദ്ദേഹം ബാങ്ക് അക്കൗണ്ടുകളായിട്ട് കണക്ട് ചെയ്യാൻ തീരുമാനിച്ചു. ബാങ്ക് അക്കൗണ്ടുകളായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് വേണ്ട. ഇവിടുത്തെ പാവപ്പെട്ട മിക്കുള്ളവർക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ലായിരുന്നു. അതിനുവേണ്ടി ഒരു സ്കീം തുടങ്ങി. അതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന സ്കീം. ആ സ്കീം വഴി അത് ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാം എന്നുള്ള പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു. അപ്പോൾ 55 കോടി സീറോ ബാലൻസ് അക്കൗണ്ടുകൾ അങ്ങനെ ഓപ്പൺ ചെയ്തു. ഇങ്ങനെ ഓപ്പൺ ചെയ്ത അക്കൗണ്ടുകൾ ആധാറുമായിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ആധാറുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനെ മൊബൈൽ ഫോൺ നമ്പറുമായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ ജൻധൻ എന്ന് പറയുന്ന അക്കൗണ്ടുകൾ, ആധാർ, നമ്മളുടെ പണ്ടേ ഉള്ള ID കാർഡ്, അതിനോട് മൊബൈലും കണക്ഷൻ. അപ്പൊ ജാം എന്ന് പറയുന്നൊരു ട്രിനിറ്റി ഉണ്ടാക്കി, ജൻധൻ ആധാർ മൊബൈൽ. എന്നിട്ട് അപ്പോൾ ഒരു തീരുമാനമെടുത്ത് ഇനി മുതൽ ഇന്ത്യയിൽ 1 പൈസ പോലും സർക്കാരിൻ്റെത് ജനങ്ങളുടെ കയ്യിലേക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കൂല, അവരുടെ അക്കൗണ്ടിൽ കൂടെ കൊടുക്കുള്ളൂ. എന്നിട്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ പൈസ അക്കൗണ്ട് വഴിയാക്കി. അതിനുശേഷം വർഷം തോറും കർഷകർക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നുള്ള പേരിൽ അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന സ്കീം ഉണ്ടാക്കി. 2000 രൂപ വീതം 3 തവണയായിട്ട് 6000 രൂപ ഇത് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയുള്ളൂ. അതുപോലെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടോ അതെല്ലാം ഡയറക്ട്ലി ഈ അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അക്കൗണ്ടിലേക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ രാജീവ് ഗാന്ധി പറഞ്ഞ പോലെ ആ നഷ്ടപ്പെടുന്ന പൈസ ഉണ്ടല്ലോ, നഷ്ടപ്പെടുവോ? ഇല്ല. കാര്യം ഇടനിലക്കാരനില്ല, ഡയറക്ട്ലി അവരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പം വാങ്ങുന്ന ആളിനും സന്തോഷം, കാര്യം അവർക്ക് കിട്ടേണ്ട പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. ഇതിന് സഹായിച്ചത് ഞാൻ പറഞ്ഞു ജാം എന്ന് പറയുന്ന സംഭവമാണ്, ജൻധൻ ആധാർ മൊബൈൽ.
അതുപോലെ ഇംപ്ലിമെന്റേഷൻ, അത് ഏത് സ്കീമിന്റെ ആണെങ്കിലും ഇവരുടെ വലിയ ഒരു സക്സസ് ആണ്. അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2014 മോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിലെ 18,000 ഗ്രാമങ്ങളിൽ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. 18,000 ഗ്രാമങ്ങൾ കംപ്ലീറ്റ്ലി ഡാർക്കിലാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അന്ധകാരമാണ്. കാര്യം എന്താണ്? ചിമ്മിനി വിളക്കിന്റെ വെട്ടയുള്ളവർക്കല്ലാതെ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ ഇലക്ട്രിസിറ്റി കൊടുക്കാനുള്ള സ്കീം പണ്ടേ ഉണ്ട്, പക്ഷേ ഇത് എല്ലാവരിലേക്ക് റീച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന എന്നൊരു സ്കീം സ്റ്റാർട്ട് ചെയ്തു. ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിലേക്ക് ഇലക്ട്രിസിറ്റി എത്തിക്കാനുള്ള സ്കീമാണ്. ദ്രുതഗതിയിൽ നടന്നു. 2018 ടാർഗറ്റ് വെച്ചു. ആ ടാർഗറ്റിന് മുമ്പേ അത് കഴിഞ്ഞു. എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തി. പക്ഷെ ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിയതുകൊണ്ട് കാര്യമായോ? ഗ്രാമങ്ങളിൽ എത്തിയിട്ട് കാര്യമില്ലല്ലോ. ഗ്രാമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ട് ഇലക്ട്രിസിറ്റി ലൈൻ അവിടെ വരെ കൊണ്ട് എത്തിച്ചാൽ അവിടെ ഗ്രാമത്തിൽ വൈദ്യുതിയായി. ഇനി നമ്മളെ വീട്ടിലേക്ക് എത്തണം. വീട്ടിലേക്ക് എത്താൻ വേണ്ടി അടുത്ത സ്കീം സ്റ്റാർട്ട് ചെയ്തു. സൗഭാഗ്യ സഹജ് ബിജലി ഹർഘർ യോജന എന്നാ എൻ്റെ പേര്. ഓരോ വീട്ടിലും ഇലക്ട്രിസിറ്റി. അത് BPL ഫാമിലീസിലുള്ളവർക്ക് ഈ കണക്ഷൻ കൊടുക്കൽ ഫ്രീ ആക്കി. പിന്നെ കറണ്ട് ചാർജ് നമ്മൾ അടയ്ക്കണം, കണക്ഷൻ കൊടുക്കൽ ഫ്രീ ആക്കി. അപ്പോൾ അതും വളരെ വേഗതയിൽ ഈ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളൊന്നും കേരളത്തിലില്ല, പക്ഷേ ഒരുപാട് വടക്കേന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ വീടുകളിലേക്കെല്ലാം ഇപ്പോൾ ഇലക്ട്രിസിറ്റി എത്തിച്ചുകൊണ്ടിരിക്കുക. ആ സ്കീം ഇപ്പോഴും ഉണ്ട്, സൗഭാഗ്യം. ഇനി വേറൊരു ഇത് പറയാം. നമ്മളെല്ലാം കളിയാക്കിയ ഒരു സംഭവമാണ് വീടുകളിലെല്ലാം ടോയ്ലറ്റ് കൊടുക്കുന്ന സ്കീം. സ്വച്ഛ് ഭാരത് അഭിയാൻ്റെ അണ്ടറിൽ കക്കൂസുകൾ നിർമ്മിച്ചു കൊടുത്തപ്പോൾ നമ്മൾ കക്കൂസ് നിർമ്മിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ അന്ന് കളിയാക്കി. പക്ഷേ ഇതിൽ വലിയൊരു മെസ്സേജിങ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കക്കൂസുകൾ അല്ലെങ്കിൽ ടോയ്ലറ്റുകൾ, ശൗചാലയങ്ങളില്ലാത്ത വീടുകൾ ഇന്ത്യയിൽ ലക്ഷക്കണക്കിനുണ്ടായിരുന്നു. ആ വീടുകളിലെ പെൺകുട്ടികളുടെ മാനത്തിന് അത് വലിയ ഒരു പ്രശ്നമായിരുന്നു. കാര്യം ഒരു പുറത്തു പോയാണ് അവർ മലമൂത്ര വിസർജനം ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു പ്രശ്നം. അപ്പോൾ അങ്ങനെ രാത്രി കാലത്തൊക്കെ പുറത്തിറങ്ങി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ റേപ്പ് ചെയ്യപ്പെട്ട ഒരുപാട് ഇൻസിഡൻസ് UP പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ചില പെൺകുട്ടികൾ അവർ പോകുന്ന വീടുകളിൽ, കല്യാണം കഴിച്ചു പോകുന്ന വീടുകളിൽ ശൗചാലയങ്ങളില്ലാത്തതിന്റെ പേരിൽ ഡിവോഴ്സ് ആയ ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനും പുറമെ സാംക്രമിക രോഗങ്ങൾ, ഈ പറഞ്ഞ ഓപ്പൺ ഡെഫിക്കേഷൻ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലുള്ള മലമൂത്ര വിസർജനം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇന്ത്യയുടെ ഹെൽത്ത് സിസ്റ്റത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പക്ഷേ 2019 കൂടി എല്ലാ ഈ പൊതുസ്ഥലങ്ങളിലും വീടുകളിലും ശൗചാലയങ്ങൾ നിർമ്മിക്കും എന്ന ഉള്ളൊരു പ്രതിജ്ഞയോടുകൂടി സ്വച്ഛ് ഭാരത് അഭിയാൻ നടപ്പാക്കുന്ന അതിൽ ഒരു പരിധിവരെ സർക്കാർ സക്സസ്ഫുൾ ആയി. അപ്പോൾ ശൗചാലയങ്ങൾ എല്ലായിടത്തും ആയി. പക്ഷേ ശൗചാലയങ്ങളായതുകൊണ്ട് കാര്യമില്ല, വെള്ളം വേണ്ടേ? ശൗചാലയം ഉപയോഗിക്കണമെങ്കിൽ വെള്ളം വേണം. അപ്പോൾ ഈ വെള്ളം അപ്പോൾ എല്ലാവർക്കും കൊടുക്കുക. അടുത്ത സ്കീം സ്റ്റാർട്ട് ചെയ്തു. 2019 സ്റ്റാർട്ട് ചെയ്ത് 2024 കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞു. 2024 കൂടി ഏതാണ്ട് 70% അത് കംപ്ലീറ്റ് ആയി. ഇനി ഒരു 30% കൂടെ അത് കംപ്ലീറ്റ് ആവേണ്ട. അതിൻ്റെ പേരാണ് ജൽ ജീവൻ മിഷൻ. ഈ ജൽ ജീവൻ മിഷൻ വഴി 24 മണിക്കൂറും വീട്ടിൽ വെള്ളം എൻഷുർ ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ഓരോ ടാപ്പ് കണക്ഷൻ കൊടുക്കുക. നമ്മളെ കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോഴും നടക്കുന്ന സ്കീമാണ്. ഏതാണ്ട് 70% അത് കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗൂഗിളിൽ ഇപ്പോൾ സെർച്ച് ചെയ്താലും കാണാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ ശൗചാലയങ്ങൾ കിട്ടിയവർക്ക് ഈ വെള്ളവും അവരുടെ വീട്ടിലേക്ക് എത്തുകയാണ്. പിന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീട് കൊടുക്കുന്നു. അത് ഒരു വലിയ വിഭാഗം ആൾക്കാരിലേക്ക് എത്തുന്നു. പിന്നെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന സ്കീം വഴി ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നു. അത് പറഞ്ഞിട്ട് പോകാതെ നിവർത്തിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഗ്യാസ് കണക്ഷൻ കൊടുത്തതിന്റെ പേരിൽ പിന്നിലൊരു ഒരു വലിയ ഇതുണ്ട്. എന്താണെന്ന് വെച്ചാൽ പണ്ട് ചാണക വിറളികൾ യൂസ് ചെയ്താണ് കേരളം ഒഴിച്ച് മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും സ്ത്രീകൾ പാചകം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചാണക വിറളികളൊക്കെ ഉപയോഗിച്ച് പാചകം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹെൽത്ത് കോൺസിക്വൻസ് ഉണ്ട്. അവർക്കുണ്ടാകുന്ന അസുഖങ്ങൾ, അവർക്കുണ്ടാകുന്ന ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങൾ, ഇതൊക്കെ ആർക്കാണ് ഉണ്ടാകുന്നത്? സ്ത്രീകൾക്കാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് ക്ലീൻ ഫ്യൂൽ കൊടുക്കണമെന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവഴി 8 കോടിയിൽ കൂടുതൽ ഗ്യാസ് കണക്ഷൻസ് കൊടുത്തിരുന്നു. അങ്ങനെ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് ഈ ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റുകളല്ല. പിന്നെ സിലിണ്ടർ വാങ്ങുന്നതിലും അവർ ഈ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന വഴി ഗ്യാസ് കണക്ഷൻ കിട്ടിയ ആൾക്കാർക്ക് ഈ സിലിണ്ടറിൽ സബ്സിഡി ഉണ്ട്. നമുക്കിപ്പം 900 രൂപയ്ക്കാണ് സിലിണ്ടർ കിട്ടുന്നത്. അവർക്ക് 700-ഉം ചില സ്റ്റേറ്റുകളിൽ 600 ഒക്കെ ഉള്ളൂ അവരുടെ ഒരു സിലിണ്ടറിന്. പിന്നെ ചില സ്റ്റേറ്റുകൾ 2-3 സിലിണ്ടേഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഇവരിൽ വലിയ ഇമ്പാക്ട് സൃഷ്ടിച്ചു ഈ സ്ത്രീകളിൽ. അപ്പോൾ അതുപോലെ ഈ വീടുകൾ കൊടുക്കുന്നത്, റേഷൻ കാർഡുകൾ കൊടുക്കുന്നത്, ടോയ്ലറ്റുകൾ കൊടുക്കുന്നത്, അതുപോലെ ഈ ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നത് എല്ലാം സ്ത്രീയുടെ പേരിലാണ്. അപ്പോൾ സ്ത്രീകൾ പിന്നെ ആർക്ക് വോട്ട് ചെയ്യും? അവർ സ്വാഭാവികമായിട്ടും ഈ ഗവൺമെന്റിനെ വോട്ട് ചെയ്യുള്ളൂ. അവരുടെ വിചാരം ഞങ്ങൾക്കിത് തന്നത് ഈ പറഞ്ഞ ഗവൺമെന്റാണ്, അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യുള്ളതാണ്. അതറിയണമെങ്കിൽ കഴിഞ്ഞ UP ഇലക്ഷനിൽ യോഗി ആദിത്യനാഥ് തുടർച്ചയായിട്ട് 2ാം തവണ വിജയം തേടി. അന്ന് ഇന്ത്യ ടുഡേ അടക്കമുള്ള പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകളിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ള എല്ലാ ആൾക്കാരെയും ലാഭാർത്ഥികൾ എന്നുള്ള പേരുള്ള ഒരു പുതിയ ഒരു ക്ലാസ് ഓഫ് ആൾക്കാരായിട്ട് ഇവരുടെ പാർട്ടി, അത് ഗവൺമെന്റ് അല്ല എന്ന പാർട്ടി, ഇപ്പൊ BJP അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജിക്കൽ മെന്ററായ RSS ഇവരൊക്കെ ചേർന്ന് ഏതെങ്കിലും സർക്കാരിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയ ആൾക്കാരെ ലാഭാർത്ഥികൾ എന്ന പേരുള്ള ഒരു പുതിയ ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ട് ഇവരെ പിന്നീട് ഇലക്ഷന്റെ സമയം വരെയും പിന്നെ അവരെ പുറകെ നടന്ന് ക്യാൻവാസ് ചെയ്യും, ക്യാമ്പയിൻ ചെയ്യായിരുന്നു.
അവരെ എന്നിട്ട് അവരുടെ വോട്ടിംഗ് ബൂത്തിലേക്ക് എത്തിച്ച് അവരെ കൊണ്ട് BJP അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയാണ്. അങ്ങനെ അതുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉത്തർപ്രദേശിൽ 5 വർഷം ഭരിച്ച ഒരു പാർട്ടി വീണ്ടും അധികാരത്തിൽ വരികയാണ്. കേരളത്തിൽ പിണറായി വിജയൻ വന്ന പോലെ മുമ്പ് ഒരിക്കലും അങ്ങനെ വന്നിട്ടില്ല. 5 വർഷം കഴിയുമ്പോൾ മാറും. കേരളത്തിൽ അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷേ ഇപ്രാവശ്യം കേരളത്തിൽ പിണറായി തുടർച്ചയായിട്ട് 2 തവണ വന്നില്ലേ. അതുപോലെ യോഗി ആദിത്യനാഥ് അത് തുടർച്ചയായിട്ട് അവിടെ അധികാരത്തിൽ 2ാം തവണയും വന്നു. അതിന്റെ കാര്യം ഇതാണ്, UP-യിലൊക്കെ എല്ലാവർക്കും ഏതെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടാൻ ഗവൺമെന്റ് എൻഷുർ ചെയ്തു. എന്നിട്ട് ആ ബെനിഫിറ്റ് കിട്ടിയ ആളിനെ ലാഭാർത്ഥി എന്നുള്ളൊരു പുതിയ ഒരു വിഭാഗമായിട്ട് ക്ലാസിഫൈ ചെയ്തു. എന്നിട്ട് ഇവരെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് അവരവസാനം ഇലക്ഷൻ സമയത്ത് പോളിംഗ് ബൂത്തിൽ കൊണ്ടുപോയി BJP അനുകൂലമായിട്ട് വോട്ട് ചെയ്യിപ്പിച്ചു. ഇതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഡെവലപ്മെന്റ് ഇവരിലേക്കെല്ലാം എത്തുന്നു, ഓരോരോ ബെനിഫിറ്റ്സ് ഇവരിലേക്കെല്ലാം എത്തുന്നു എന്ന് എൻഷുർ ചെയ്യുന്നതോടൊപ്പം ഇവർക്ക് ഭയങ്കര ഐഡിയോളജിക്കലി വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കേഡറുണ്ട്. അത് RSS മാത്രമല്ല, BJP-ക്കും അങ്ങനെ ഒരു വലിയൊരു കേഡർ സിസ്റ്റം ഉണ്ട്. ഇവര് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇലക്ഷൻ മെഷീനറി ആയിട്ടും കൂടെ പ്രവർത്തിക്കുകയാണ്. ആ മെഷീനറി ഇവരുടെ ബെനിഫിറ്റ്സ്, ഗവൺമെന്റിന് ബെനിഫിറ്റ് കിട്ടുന്ന ഓരോ ആളിനെയും അവരുടെ തന്നെ വോട്ടറായിട്ട് അടുത്ത തവണയും അവർ വോട്ട് ചെയ്യും എന്ന് എൻഷുർ ചെയ്യിപ്പിക്കുകയാണ്. ഇലക്ഷനെ മൈക്രോ മാനേജ് ചെയ്യുകയാണ്. മനസ്സിലായോ? അപ്പോൾ അതുപോലെ 24 hours പിന്നീട് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ് ഈ പറഞ്ഞ ഇവരുടെ പാർട്ടിയിലെ മിക്കുള്ളവരും അവരുടെ നേതാവ് നരേന്ദ്രമോദി. ഇതെല്ലാം അവരുടെ വിജയത്തിന് പ്രധാന ഘടകങ്ങൾ ആകുന്നുണ്ട്. അപ്പം ഇപ്പോൾ വേൾഡ് ബാങ്കിന്റെ ഒരു കണക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ എക്സ്ട്രീം പോവർട്ടി എന്ന് പറഞ്ഞാൽ ഭക്ഷണ ഇല്ലായ്മയാണ് എക്സ്ട്രീം പോവർട്ടി എന്ന് പറയുന്നത്. ഈ എക്സ്ട്രീം പോവർട്ടി അല്ലെങ്കിൽ അതിദാരിദ്ര്യം 2.6% കുറഞ്ഞിട്ടുള്ളതായിട്ടാണ് പുതിയ കണക്ക്. അതൊരു പരിധിവരെ ശരിയായിരിക്കും. അതിന്റെ കാരണം ഇപ്പോൾ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറയുന്നൊരു സ്കീമുണ്ട്. അത് മൻമോഹൻ സിംഗ് തുടങ്ങിയ സ്കീമാണ്, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അന്ന് മൻമോഹൻ സിംഗ് തുടങ്ങിയ സ്കീമിൽ അരിക്ക് 3 രൂപ കൊടുക്കണമായിരുന്നു റേഷൻ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ. 3 രൂപയ്ക്ക് കിട്ടുന്ന അന്ന് വലിയ കാര്യമായിരുന്നു 1 കിലോയ്ക്ക്. കാരണം അതിനു മുമ്പ് അതിന് കൂടിയ വിലയായിരുന്നു. ഇപ്പം 3 രൂപയ്ക്ക് BPL ഫാമിലീസിനെല്ലാം അരി കൊടുക്കാൻ തുടങ്ങി. ഗോതമ്പാണെങ്കിൽ 2 രൂപയ്ക്കും കൊടുക്കാൻ തുടങ്ങി. അത് മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം കോവിഡ് കാലത്ത് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആക്കി BPL-കാർക്ക്. അതാണ് ആ സ്കീമിന്റെ പേര്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന പേരാക്കിക്കൊണ്ട് ഈ 3 രൂപയ്ക്കും 2 രൂപയ്ക്കും മേടിച്ചുകൊണ്ടിരുന്ന അരിയും ഗോതമ്പും കംപ്ലീറ്റ്ലി ഫ്രീ ആക്കിയാണ്. അപ്പം ഇപ്പം എല്ലാവർക്കും അരിയും ഗോതമ്പും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് വാങ്ങി നമുക്ക് ഭക്ഷണം ആയിട്ട് കഴിച്ച് നമ്മളുടെ വിശപ്പടക്കാൻ പറ്റും. അപ്പം വിശപ്പടങ്ങുമ്പോൾ നമ്മൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്, എക്സ്ട്രീം പോവർട്ടി എന്നാണ്. അപ്പോൾ എക്സ്ട്രീം പോവർട്ടി ഉള്ള ആൾക്കാർ ഇന്ത്യയിൽ 2-2.5% ഇപ്പോൾ ഉള്ളൂ എന്നാണ് വേൾഡ് ബാങ്കിന്റെ ലേറ്റസ്റ്റ് കണക്ക് പറയുന്നത്. അതുപോലെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന് പറയുന്ന സംഭവമുണ്ട്. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന് പറഞ്ഞാൽ അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭക്ഷണം കിട്ടി നമ്മൾ അതിദാരിദ്ര്യം മാറേണ്ട കാര്യമില്ല. നമുക്ക് കൊച്ചുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റണം, തല ചായ്ക്കാൻ ഒരു കൂര, വീട് വേണം, അതുപോലെ വെള്ളം വേണം, നല്ല ശുദ്ധവായു വേണം. അതുപോലെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമുക്ക് വലിയ ഔട്ട് ഓഫ് പോക്കറ്റ്, അതായത് കയ്യിലെ പോക്കറ്റിൽ നിന്ന് പൈസ ചിലവാക്കാതെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ വേണം. അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഒക്കെ ആ രീതിയിൽ ഡെവലപ്പ് ആവണം. ഇതെല്ലാം നമുക്കുള്ളപ്പോഴേ നമുക്ക് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി. അപ്പോൾ എന്തായാലും മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി 29% ആയിരുന്നു, 11% കുറഞ്ഞെന്നും ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മളുടെ ലോക തൊഴിലാളി സംഘടന ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ 95 കോടി ജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഗവൺമെന്റ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ഉണ്ടെന്ന. സോഷ്യൽ സെക്യൂരിറ്റി സ്കീം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ്, അല്ലെ ഒരു ഹെൽത്ത് ഇൻഷുറൻസോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഇൻഷുറൻസോ അങ്ങനെ ഏതെങ്കിലും ഉള്ള ഇൻഷുറൻസ് ഉള്ള ആള്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൻഷൻ കിട്ടുന്ന ഗവൺമെന്റ് ഏതെങ്കിലും ഒരു പെൻഷൻ കിട്ടുന്ന ആള്, അങ്ങനെ പിന്നീട് നോക്കുമ്പോഴത്തെ ഏതാണ്ട് 95 കോടി ജനങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുള്ളതാണ്. അങ്ങനെ എല്ലാത്തിലും നോക്കുമ്പോൾ ഇംപ്ലിമെന്റേഷനിൽ ഗവൺമെന്റ് സക്സസ്ഫുൾ ആയിരുന്നത് കൊണ്ടാണ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ അത് അവരിലേക്ക് തന്നെ റീച്ച് ചെയ്യുന്നെന്ന് ഒരുവിധം ഗവൺമെന്റ് എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പം മുമ്പ് ഈ സ്കീമുകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ പറഞ്ഞ ഇംപ്ലിമെന്റേഷൻ ഡയറക്റ്റ് ആയിട്ട് അവരിലേക്ക് എത്തുന്നു എന്നുള്ള ഉറപ്പുവരുത്തൽ, ഇതെല്ലാം ഈ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു വികസന പദ്ധതിയുടെ ബെനിഫിഷ്യറി ആയിട്ട് ജനങ്ങളെ മെജോറിറ്റി ആവുന്നുണ്ട്. അപ്പം ഇതാണ് അവരുടെ ഒരു വിജയം എന്ന് പറയുന്നത്. പിന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അദ്ദേഹം ഒരു വലിയ സ്ട്രോങ് വിൽ പവറുള്ള മനുഷ്യനാണെന്ന് ജനങ്ങളുടെ ഇടയിൽ തോന്നിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അതിനുള്ള ആക്ഷൻസ് അദ്ദേഹം എടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. പാകിസ്ഥാൻ ഭീകരരെ ഉപയോഗിച്ച് പണ്ട് തൊട്ടേ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതാണ്. 2008 നമ്മളുടെ മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അന്ന് തിരിച്ച് നമ്മളൊന്നും ചെയ്തില്ല എന്നുള്ളത് ഇന്നും ജനങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ആക്രമണം ഇന്ത്യക്ക് മുകളിലുണ്ടാകുമ്പോൾ തിരിച്ചടി കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്ത്യക്ക് ഒരു ശക്തനായ നേതാവാണ് ഉള്ളത് എന്ന് ഇന്ത്യയിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്കും തോന്നുന്ന രീതിയിൽ ഒരു മെസ്സേജ് അവരിലേക്ക് എത്തിക്കാൻ ഇന്ത്യയുടെ ഗവൺമെന്റിനും അതിന്റെ ലീഡറിനും കഴിയുന്നുണ്ട്. പിന്നെ ലോക രാജ്യങ്ങളുമായിട്ടുള്ള ഇടപെടലിലും എല്ലാം ഇന്ത്യ ഒരു അപ്പർ ഹാൻഡ്, ഒരു സുപ്രീമസി പുലർത്തിക്കൊണ്ട് നിൽക്കുന്നത് പോലെ നമുക്ക് ഒരു തോന്നലുണ്ടാക്കുന്ന രീതിയിലും പ്രവർത്തിക്കാൻ ഗവൺമെന്റിന് കഴിയുന്നുണ്ട്. അപ്പം ഇതെല്ലാം അതുപോലെ ഐഡിയോളജിക്കലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ സംഘം
പ്രവർത്തകർ അവർക്കൊപ്പം ഉണ്ട്. അവരുടെ ഈ മെസ്സേജ് എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാനും സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഡയറക്റ്റിലും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ഒരു വലിയ മെഷീനറി അവർക്കുണ്ട്. ഇതെല്ലാം അവരെ സഹായിക്കുന്നുണ്ട്. അപ്പം ഇത് ഒക്കെയാണ് ഇവരുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മോദിക്കോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കോ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് രാഷ്ട്രീയം പഠിച്ച് പറയുന്ന എല്ലാവരും പറയും ഇല്ല എന്നേ പറയൂ. നിലവിലില്ല. കാരണം എല്ലാ സർവേകളും സൂചിപ്പിക്കുന്നതുകൊണ്ട് മാത്രമല്ല, നമുക്കത് ചുറ്റിലും ഒന്നിറങ്ങി നമുക്കൊന്ന് ചിന്തിച്ചാൽ, എല്ലാവരുമായിട്ടൊന്ന് ആശയവിനിമയം ചെയ്താൽ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ വായിച്ചാലൊക്കെ നമുക്കത് മനസ്സിലാവും. കാര്യം പ്രത്യേകിച്ച് ഓൾട്ടർനേറ്റീവ് ഇല്ല. പ്രതിപക്ഷത്തിന് ജനങ്ങളുടെ ഇമാജിനേഷന് പിടിച്ചു പറ്റാൻ പറ്റുന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അത് നമ്മളൊരു ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ നമുക്ക് എത്ര റാഫേൽ വിമാനങ്ങൾ തകർന്നു എന്ന് ചോദിക്കുന്നത് ഒരുപക്ഷെ ജനങ്ങൾ പോലും ഇഷ്ടപ്പെടത്തില്ല. കാര്യം അങ്ങനെയല്ല ജനങ്ങളുടെ ഇമാജിനേഷൻ പിടിച്ചു പറ്റേണ്ടത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്ന പ്രശ്നങ്ങൾ ഇപ്പോഴിവിടെ നിലനിൽക്കുന്നു എന്ന് അവരുടെ ഇടയിൽ പറഞ്ഞ് പ്രവർത്തിച്ച് മനസ്സിലാക്കിയിട്ട് അവർ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വോട്ടേഴ്സാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ചിന്താഗതിയെ സ്വാധീനിക്കാൻ പറ്റുന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. അപ്പം അത്തരത്തിലുള്ള പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തൽക്കാലം മോദിക്ക് പകരക്കാരൻ ഇന്ത്യയിൽ ഇപ്പോൾ ഇല്ലെന്നുള്ളതാണ് സത്യം. ഇനി 3-4 വർഷങ്ങൾ, അടുത്ത ഇലക്ഷൻ 2029 ഇലക്ഷൻ ഇനിയുണ്ട്, ഏതാണ്ട് ഒരു 3.5 വർഷത്തിൽ കൂടുതൽ. അതിനകത്ത് വെച്ച് വരുന്ന സംസ്ഥാന ഇലക്ഷൻസിലൊക്കെ ഒരുപക്ഷെ BJP തിരിച്ചടി നേരിടുകയൊക്കെ ചെയ്താൽ മോദി ദുർബലനാവും. അതുപോലെ വലിയ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്ന് BJPക്ക് അതിനെ നേരിടാൻ പറ്റാതിരുന്നാൽ മോദി ദുർബലനാവും. ഇപ്പോഴത്തെ ഗവൺമെന്റിന് നേരിടാൻ പറ്റാതിരുന്നാൽ ദുർബലനാവും. അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരണം. നിലവിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദിക്ക് പകരക്കാരൻ ആരുമില്ല. ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നാലും അദ്ദേഹം തന്നെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും. അതാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്.